ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖമാണ്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള അന്തരീക്ഷ മലിനീകരണം തടയാൻ വേണ്ടി പഞ്ചായത്ത് തലം തൊട്ട് പ്ലാസ്റ്റിക് കവറുകളും മറ്റുമൊക്കെ ശേഖരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ അതിനായിട്ട് പാൽ കവറുകളും നമ്മൾ മീൻ വാങ്ങിക്കുന്ന കവറുകളും ഒക്കെ കഴുകിയെടുത്ത് ഉണക്കി വെക്കാറുണ്ട്. നമ്മൾ സാധാരണ പാല് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മളിൽ പലരും ചെയ്യുന്ന കാര്യമാണ് ഒരറ്റം കത്രിച്ച് മാറ്റുക എന്നത്. അങ്ങനെ ചെയ്യാതെ കവറിൻ്റെ അറ്റത്ത് നിന്നും ഒരല്പം കീറൽ മാത്രം കൊടുത്ത് മുറിഞ്ഞ ഭാഗം മറ്റു പോകാതെ സൂക്ഷിച്ചാൽ നമുക്ക് ആ ചെറിയ പീസ് അലക്ഷ്യമായി കളയാതിരിക്കാൻ കഴിയും. വളരെ ചെറിയ കാര്യമാണെങ്കിൽ കൂടിയും ഇതൊട്ടും നിസ്സാരമല്ല കേട്ടോ. ഈയിടെയായി പാൽ കവറുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും ചട്നിയൊക്കെ ആയിരുന്നു. മക്കൾക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. അവർ പ്രാതലൊക്കെ കഴിക്കുന്ന സമയത്ത് അപ്പൂന് സ്കൂളിലേക്ക് പോകേണ്ട നേരമായി. അവളുടെ ബാഗ് സ്റ്റിച്ച് വിട്ട് നിൽക്കുന്ന കണ്ടിട്ട് കുറച്ച് ദിവസമായി. അതൊന്ന് തുന്നിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്കൂളിൽ പോകുന്ന നേരത്താണ് അത് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇന്ന് ഞാനത് തുന്നി കൊടുക്കുന്നുണ്ട്. ബാഗ് കിട്ടിയ ഉടനെ അപ്പോൾ ഓടി പോകുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവളെ ഹസ്ബൻഡാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ ആണ്. വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ വലിയ പാടായിട്ടുണ്ട്. അപ്പൂന് സപ്പോട്ട നല്ല ഇഷ്ടമാണ്. അവള് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് തൊലി കളഞ്ഞ് അതിന്റെ കുരുവൊക്കെ നീക്കം ചെയ്ത് വെക്കുകയാണ്. ഇന്ന് നടുവേദന ആയതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൂസ് സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ചിക്കു കണ്ട സന്തോഷത്തിലാണ്. അവളാണ് എന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ സഹായിച്ചത്. ഉച്ചവരെ അപ്പൂന് ക്ലാസ്സുള്ളൂ. മറ്റുള്ളവർക്ക് വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. മാസിൻ്റെ +2 എക്സാം ആകാറായി. അതുകൊണ്ട് തന്നെ അവന് സ്പെഷ്യൽ ക്ലാസ്സുകളും മറ്റുമായി വലിയ തിരക്കിലാണ്. അപ്പോൾ മാസിൻ്റെ തുടർ പഠനത്തിനുള്ള കോഴ്സും കോളേജും ഒക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതിനായിട്ട് ഇന്ന് ഒരിടം വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെമ്പേരിയിലുള്ള വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വരെയാണ് പോകുന്നത്. മാസിന് ഇഷ്ടമുള്ള മേഖലയിൽ എഞ്ചിനീയറിംഗ് ചെയ്യിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചറിയാനും മറ്റുമായിട്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കരിമ്പി ജ്യൂസും മറ്റൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി. ശ്രീകണ്ഠപുരം കഴിഞ്ഞ് കുറച്ച് കൂടി പോയാലാണ് ഈ ചെമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ ഇവിടത്തേക്ക് എത്താം. ഞങ്ങൾ കോളേജിൽ ചെന്ന് കോളേജും പരിസരവും ഒക്കെ കണ്ടിട്ടുണ്ട്. വിശാലമായ ക്യാമ്പസാണ്. ഇപ്പം ഇവിടെ നല്ല ലൈബ്രറിയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാനും അപ്പൂസും ചേർന്ന് ഇവിടുത്തെ ക്യാൻറ്റീനിന്ന് ചെറിയൊരു ക്യാൻറ്റീനൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് അപ്പൂസ് ചിപ്സൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങളും മറ്റും ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങളുടെ ലഞ്ച് കഴിച്ചത്.
അതിനായി തളിപ്പറമ്പിലുള്ള ബാംബു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. മീൽസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കിടിലൻ സദ്യ ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്ത കൂന്തൽ ഫ്രൈ അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അപ്പോൾ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഇൻസുലിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഫാർമസിയിലേക്ക് ചെന്നതാണ്. അപ്പോൾ അതിനടുത്തായിട്ടൊരു എഡ്യൂ സ്റ്റോർ കണ്ടു. അവിടത്തേക്ക് ഞാനും അപ്പും ചെന്നിട്ടുണ്ട്. മക്കൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. തളിപ്പറമ്പ് ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കരിമ്പത്തെ കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ കയറാതെ ഹസ്ബൻഡ് മടങ്ങാറില്ല. അപ്പോൾ അദ്ദേഹം അവിടെയൊക്കെ പോയി കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും മക്കൾ സ്കൂളിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നാളായിട്ട് അപ്പൂസ് ന്യൂട്ടല ഉണ്ടാക്കാൻ പറയുന്നു. അതിനായി ഞാൻ ഹാസിൽനട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് ഏതായാലും അത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഹാസിൽനട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് അടുപ്പത്തൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഈ ഹാസിൽനട്ടൊക്കെ ഇട്ട് നന്നായി വറുത്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ ന്യൂട്ടല തയ്യാറാക്കുന്നത്. പല രീതികളിലെ ന്യൂട്ടല റെസിപ്പീസ് നമുക്ക് ഇപ്പോൾ യൂട്യൂബിലും മറ്റും കിട്ടും. ഇതിപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സാധാരണ മിൽക്ക് ചോക്ലേറ്റാണ് ന്യൂട്ടല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറ്. ഇവിടെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ കുട്ടികൾക്കൊക്കെ ഡാർക്ക് ചോക്ലേറ്റോടാണ് നല്ല താല്പര്യം. അപ്പോൾ ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഹാസൽനട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചൂടാക്കിയ നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി മെൽട്ടായ ചോക്ലേറ്റിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് ലൂസാക്കി എടുക്കണം. ഇതിലേക്ക് അല്പം ബട്ടർ കൂടി ചേർക്കാവുന്നതാണ്. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടാണ് നമ്മൾ ഈ ഹാസൽനട്ട് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തത്.
അങ്ങനെയാണ് കുറച്ചുകൂടി സൗകര്യമായി എനിക്ക് തോന്നിയത്. ഒന്നാമത് ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാനിന് മുകളിൽ വെച്ചിട്ടാണ് ഉരുക്കിയെടുത്തത്. അപ്പോൾ ഈ ഹാസൽനട്ട് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ന്യൂട്ടലൊക്കെ സൂക്ഷിക്കുന്ന ജാറ് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ടിഷ്യൂ വെച്ച് ഇത് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. അല്പം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ന്യൂട്ടല്ല നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റ് മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെക്കേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് ഈസി ആയിട്ടിത് ബ്രെഡിന് പുറത്തൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ന്യൂട്ടല്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഈ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എൻ്റെ വ്ലോഗ് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വ്ലോഗ് കാണുകയും കമൻസ് നൽകുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വലിയ താങ്ക്സ് ഉണ്ട്. അപ്പൂസ് കിച്ചൻ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ പതിവ് പോലെ എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.